മലയാളികളായ ചെറുകിട വ്യവസായികളിൽ പലരും വ്യാപാരാവശ്യത്തിനായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പതിവായി യാത്ര ചെയ്യുന്നവരാണ്. ഇങ്ങനെ തനിച്ച് പണവുമായി പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഹൈദരാബാദിൽ ബിസിനസ് ആവശ്യത്തിനെത്തിയ കോഴിക്കോട് സ്വദേശിക്ക് നേരെ ഉണ്ടായ ആക്രമണം ഞെട്ടിപ്പിക്കുന്നതാണ്. വസ്ത്രവ്യാപാരം നടത്തുന്ന റിൻഷാദ് തുണിത്തരങ്ങൾ എടുക്കാനായി എത്തിയപ്പോൾ കവർച്ചാ സംഘം വെടിവെച്ച ശേഷം പണം കൊള്ളയടിച്ചു. ബാങ്കിൻ്റെ CDMൽ പണം നിക്ഷേപിക്കാൻ എത്തിയപ്പോഴാണ് വെടിയുതിർത്ത ശേഷം 6 ലക്ഷം രൂപ കവർന്നത്. കുട്ടികളുടെ വസ്ത്രങ്ങൾ വിൽപ്പന ചെയ്യുന്ന റിൻഷാദ് മൊത്തവിലയ്ക്ക് സ്റ്റോക്ക് എടുക്കാനാണ് ഹൈദരാബാദിലെത്തിയത്. ജനുവരി 7-ന് ഇവിടെ എത്തിയ റിൻഷാദ് ബന്ധുവിനൊപ്പമാണ് താമസിച്ചത്. വസ്ത്രങ്ങൾ വാങ്ങാനായി ചാർമിനാറിനടുത്തുള്ള മദീന മാർക്കറ്റിലെത്തിയെങ്കിലും ഒന്നും വാങ്ങിയില്ല. തുടർന്ന് ബന്ധു ഉപദേശിച്ചത് പ്രകാരം ജനുവരി 31-ന് ബാങ്കിന്റെ CDMൽ പണം നിക്ഷേപിക്കാൻ എത്തിയപ്പോഴാണ് ആക്രമണമുണ്ടായത്. അതേസമയം റിൻഷാദിന്റെ പക്കൽ ഇത്രയും പണമുണ്ടെന്ന് മോഷ്ടാക്കൾ എങ്ങനെ അറിഞ്ഞു എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സുഹൃത്തിന്റെ വാഹനത്തിലാണ് ഇയാൾ പണം നിക്ഷേപിക്കാൻ എത്തിയത്. പണം നിക്ഷേപിക്കുന്നതിനിടെ 2 അജ്ഞാതർ പിന്നിലൂടെ എത്തി റിൻഷാദിനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് കാലിൽ വെടിവെച്ച ശേഷം പണവും വാഹനത്തിന്റെ താക്കോലും തട്ടിയെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ച മൊഴി. സംഭവത്തിൽ സുൽത്താൻ ബസാർ പോലീസ് കേസെടുത്തു. മോഷണത്തിന് ശേഷം വാഹനത്തിൽ കടന്ന മോഷ്ടാക്കൾ കുറച്ചു ദൂരം പിന്നിട്ട ശേഷം വാഹനം ഉപേക്ഷിച്ച് നടന്നുപോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഹൈദരാബാദ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.